യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുലിഖിതം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 14-ഉം 15-ഉം തിരുലിഖിതങ്ങൾ. അവിടെ എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്: ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഇത് എല്ലാവരും ചേർന്ന് വായിച്ചേ, നന്നായിട്ടൊന്ന് വായിച്ചേ. ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ള. അപ്പം ഞാൻ വട്ടായലച്ചൻ ഈശോയ്ക്കുള്ളതാണെങ്കിൽ ഈശോയ്ക്ക് എന്നെ അറിയാം. എൻ്റെ ക്ഷീണം, എൻ്റെ വിഷമം, എൻ്റെ സങ്കടം, എൻ്റെ ഭാരം, എൻ്റെ മനപ്രയാസം, എൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈശോയ്ക്ക് അറിയാം. ഞാൻ എനിക്കുള്ളവയെയും, അണ്ടർലൈൻ ചെയ്തോ, ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആ ഭാഗം മാത്രം ഒന്ന് ഉറക്കെ വായിച്ചേ. ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഈശോ പറയാണ്, എൻ്റെ എല്ലാ ബലഹീനതയോടും കൂടെ ഈശോയ്ക്ക് എന്നെ അറിയാം. ഞാൻ നല്ലവനായിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ എന്തവസ്ഥയിലായിരുന്നാലും ഈശോയ്ക്ക് എന്നെ അറിയാം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഈശോയ്ക്ക് കഴിവുണ്ട്. ഒരു മദ്യപാനിയാണെങ്കിൽ ആ മദ്യപാനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ, ഞാൻ മദ്യപാനത്തിൽ നിന്ന് മാറിയിട്ട് ഈശോയുടെ അടുത്തേക്ക് പോകാമെന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ എൻ്റെ മദ്യപാന അവസ്ഥകളോടുകൂടെ തന്നെ ഈശോയുടെ അടുത്തേക്ക് പോകും എന്നാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ ഈശോ എന്നെ അങ്ങനെ സ്വീകരിക്കും. ഞാൻ നിരാശനും ദുഃഖിതനും ആത്മഹത്യാ ചിന്തയുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ ഇതൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഈശോയുടെ അടുത്തേക്ക് പോകാം എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ എൻ്റെ ഈ നിരാശയോടുകൂടെ തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ എൻ്റെ നിരാശയോടുകൂടെ തന്നെ യേശുവിനെ വിളിക്കും. എനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിവില്ല, എൻ്റെ യേശുവിന് എന്നെ രക്ഷിക്കാൻ കഴിവുണ്ട്. അങ്ങനെ ചിന്തിക്കണം. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഞാൻ കുറച്ച് നന്നായിട്ട് വേണം എനിക്ക് ഈശോയുടെ അടുത്തേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെയും വിചാരം ഞാൻ നന്നായി കഴിഞ്ഞാലാണ് ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാകുക എന്നാണ് വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈശോ പറയണത്, നിൻ്റെ ഈ തകർന്ന അവസ്ഥയിൽ എനിക്ക് നിന്നെ അറിയാം, നിനക്ക് വേണ്ടി ഞാൻ ജീവൻ, വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്, ഇപ്പോൾ വട്ടായലച്ചൻ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരുമെന്ന് വിചാരിക്കുക. എങ്കിലും ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിലും എനിക്ക് വേണ്ടി ഈശോ ജീവൻ അർപ്പിക്കും എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ പാപത്തിൽ അല്ലെങ്കിൽ നിരാശയിൽ അല്ലെങ്കിൽ ദൈവം ഇല്ലാതെ ആയിട്ട് അനേക വർഷങ്ങളായിട്ടുണ്ടാവും. 10, 30, 40, 50, 60 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമപ്പെട്ടു. അതും അല്ലെങ്കിൽ നമ്മുടെ മുമ്പേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ പോലെ മാതാപിതാക്കളെ കണ്ടാൽ പൊട്ടിത്തെറിക്കും, ദേഷ്യം വരും, അല്ലെങ്കിൽ സമൂഹത്തിൽ ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഒരു ഒരു ശല്യമായിട്ട് സമൂഹത്തിൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ ശരിയല്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ശരിയല്ലെന്ന് അറിയുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള വിചാരം എന്താണെന്നറിയാവോ? ഞാൻ ഇതൊക്കെ കളഞ്ഞ് ഇതൊക്കെ മാറി ഒരു നല്ല കുട്ടി ആയിട്ട് ഞാൻ ഒരു നാൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സെമിനാരി പഠിച്ച സമയത്ത് എന്നെ വളരെ സ്പർശിച്ച ഒരു ആത്മീയ ചിന്ത, ഒരു അച്ഛൻ വന്ന് അവിടെ പ്രസംഗിച്ചു. എനിക്കന്ന് അച്ഛനോട് ചെറിയ ദേഷ്യമൊക്കെ തോന്നി. ഇങ്ങനെയൊക്കെയാണോ പ്രസംഗിക്കേണ്ടതെന്നൊക്കെ എനിക്ക് തോന്നി. എന്നാലും ശരി, അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷിലാണ്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഐ വാസ് എ ന്യൂറോട്ടിക് ഫോർ ഇയേഴ്സ്. അയാൾ അനുഭവം എഴുതുകയാണ്. ഐ വാസ് എ ന്യൂറോട്ടിക് ഫോർ ഇയേഴ്സ്. ഐ വാസ് ആങ്ഷ്യസ് ആൻഡ് ഡിപ്രസ്ഡ്.
ആൻഡ് ഐ വാസ് സെൽഫിഷ്. ഒരു ആത്മാവ് പറയാണ്, ഞാൻ അനേക വർഷങ്ങളായി ഒരു ന്യൂറോട്ടിക്കായ, ഒരു എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഞരമ്പ് രോഗിയെ പോലുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരു സൽസ്വഭാവിയല്ല, തകർന്ന സ്വഭാവം, തകർന്ന പെരുമാറ്റം, പൊട്ടിത്തെറിക്കുക, ഒരാൾക്ക് ഇഷ്ടമല്ല എന്നെ. ഐ വാസ് ആങ്ഷ്യസ്. ഞാൻ ഉത്കണ്ഠാകുലനും ഡിപ്രഷനുള്ളവനും മാനസികമായി ഭയമുള്ളവനും സെൽഫിഷ്, സ്വാർത്ഥ ചിന്തക്കാരനുമായിരുന്നു. ഒരാളെ സ്നേഹിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഐ വാസ് ആങ്ഷ്യസ്, ഐ വാസ് ന്യൂറോട്ടിക്, ഐ വാസ് ഡിപ്രസ്ഡ് ആൻഡ് ഐ വാസ് സെൽഫിഷ്. And everyone kept telling me how neurotic I was and I have to change. എല്ലാവരും, എൻ്റെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും പറഞ്ഞു, നിൻ്റെ ഈ ജീവിതം ശരിയല്ല, നിൻ്റെ ഈ യാത്ര ശരിയല്ല, നീ ഒന്ന് നന്നാകണം, നീ ഇങ്ങനെ പോയാൽ നശിക്കുകയുള്ളൂ, നീ ഒന്ന് നന്നാകണം, നീ ഒന്ന് നേരെയാകണം. എവ്രിവൺ kept telling me I have to change. ഞാനൊന്ന് മാറണം എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആൻഡ് ഐ അഗ്രി വിത്ത് ദം. ഞാനും അവരോട് കൂടെ ചേർന്ന്, ഓക്കെ, ഞാൻ ശരിയാണ്, ഞാൻ പൊട്ടയാ, ഞാൻ ചീത്തയാ, എൻ്റെ സ്വഭാവം നല്ലതല്ല, ഞാൻ മാതാപിതാക്കന്മാരെ തല്ലും, ഞാൻ എല്ലാവരോടും പൊട്ടിത്തെറിക്കും, ഞാൻ ഒരാളെ സ്നേഹിക്കുകയല്ല, എനിക്ക് ഒരാളോടും സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പലരോടും വെറുപ്പ് തോന്നുകയാണ്, ഞാൻ ഭക്ഷണം കണ്ടാൽ അത് മുഴുവൻ എടുത്ത് കഴിക്കും, ഞാൻ ഒരുപാട് കിടന്ന് ഉറങ്ങും, ഞാൻ പലപ്പോഴും അങ്ങനത്തെ എൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറയണ്ട, നിങ്ങളിപ്പോൾ ഏതാണ്ട് അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അടുത്ത് പറയാണ്, ഇതൊക്കെ ഞാൻ അംഗീകരിച്ചാലും അദ്ദേഹം പറയാണ്, ഐ ജസ്റ്റ് കുഡിൻ ബ്രിങ് മൈ സെൽഫ് ടു ചേഞ്ച്. ഞാൻ അംഗീകരിച്ചു, ഞാൻ എല്ലാം മനസ്സിലാക്കി, പക്ഷേ എനിക്ക് മാറ്റം വരുത്താൻ ഇതുവരെയും പറ്റി. വയസ്സ് 60 ഇതുവരെയും എനിക്ക് മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. അല്ല, വയസ്സ് എത്രയാണെന്ന് ചിന്തിച്ചു നോക്ക്. പക്ഷെ ഇതുവരെയും കാര്യമായിട്ടൊരു മാറ്റവും വന്നിട്ടില്ല. എത്രമാത്രം ധ്യാനം കൂടി, എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചു, എത്രമാത്രം ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി. നീ എന്താ ഇങ്ങനെയൊക്കെ, ഇത് പൊട്ട സ്വഭാവമാണല്ലോ, നീ എന്ന് നേരെയാവും, 40-60 വയസ്സായല്ലോ, നീ അങ്ങനെ എന്നെ തന്നെ കുറ്റപ്പെടുത്തി. എന്നിട്ടും ഐ ജസ്റ്റ് കുഡിൻ ബ്രിങ് ചേഞ്ച് ടു മൈ സെൽഫ്. നോ മാറ്റർ ഹൗ ഹാർഡ് ഐ ട്രൈഡ്. ഞാൻ എത്രമാത്രം കഠിനമായി പരിശ്രമിച്ചാലും എനിക്ക് മാറ്റം വരുത്താൻ പറ്റുന്നില്ല. എൻ്റെ ഈ സ്വഭാവം, എൻ്റെ ഈ അളിഞ്ഞ പ്രകൃതം, എൻ്റെ ഈ ദുഷിച്ച ദുരാസക്തികൾ, എൻ്റെ ലോകമോഹങ്ങൾ, എനിക്കൊന്നും മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. ചിന്തിച്ച് നോക്കിയേ, നന്നായിട്ട് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പണ്ടത്തേക്കാൾ മോശമായിട്ടുള്ളത് നന്നായിട്ടുണ്ടെന്ന് പറയാൻ കുറച്ച് പേർക്കേ പറ്റുള്ളൂ. I couldn't bring change to myself. What hurt me the most was that my best friends also kept telling me I have to change. എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സും എന്നോട് പറയാൻ തുടങ്ങി, നീ ഈ വിധത്തിൽ പോവുകയാണെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയല്ല, യു ആർ എ ന്യൂറോട്ടിക്, യു ആർ ഡിപ്രസ്, യു ആർ സോ ഡിസോർഡർലി, ഒരു പേഴ്സൺ, നിൻ്റെ പേഴ്സണാലിറ്റി വളരെ ഡിസോർഡറുള്ള പേഴ്സണാലിറ്റിയാണ്, വാട്ട് കൈൻഡ് ഓഫ് ഇതൊക്കെ എന്താണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഓൾസോ kept telling me I have to change. അത് അദ്ദേഹം പറയാണ്, എന്നെ ഒരുപാട് മുറിപ്പെടുത്തി, വേദനിപ്പിച്ചു. കാരണം എന്നെ ഇനി ആരും കുറ്റപ്പെടുത്താൻ, എല്ലാവരും എന്നോട് പറയുകയാണ്, നീ ചീത്തയാണ്, നീ നന്നാകണം, ശരിയാവില്ല. I also agree with them and I tried my best but I just couldn't bring myself to change. അവരോട് ഞാൻ എഗ്രി ചെയ്തു, ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞാൻ പൊട്ടയാണ്, എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടത്, പക്ഷേ എനിക്ക് മാറ്റം വരുത്താൻ പറ്റുന്നില്ല. എനിക്കറിയാവുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം ഇതാണ്, ഞാൻ എത്ര നോക്കിയിട്ട് എൻ്റെ പല സ്വഭാവങ്ങളും മാറുന്നില്ല. എൻ്റെ കോപ സ്വഭാവം അതുപോലെ തന്നെ ഇരിക്കുന്നു, എൻ്റെ ഭക്ഷണാസക്തി അതുപോലെ തന്നെ ഇരിക്കുന്നു, എൻ്റെ ജഡികമായ വൈകൃതങ്ങൾ അതുപോലെ തന്നെ ഇരിക്കുന്നു, ലൈംഗിക വൈകൃതങ്ങൾ അതുപോലെ തന്നെ ഇരിക്കുന്നു, എൻ്റെ വെറുപ്പ്, എൻ്റെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, എൻ്റെ ഏകാധിപത്യ സ്വഭാവം, എൻ്റെ വിമത സ്വഭാവം, എൻ്റെ റിബലിയസ് നേച്ചർ, എൻ്റെ അനുസരണക്കേട്, എൻ്റെ അസൂയ, എൻ്റെ ഇരുട്ട്, എൻ്റെ അരഗൻസ്, എൻ്റെ ധാർഷ്ട്യം, എൻ്റെ അഹന്ത, ഇതെല്ലാം അതുപോലെ തന്നെ കുറച്ച് കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടില്ല.
അച്ഛനായതുകൊണ്ട് ഇച്ചിരി കൂടി, സിസ്റ്റർ ആയതുകൊണ്ട് ഇച്ചിരി കൂടി, കുടുംബം കല്യാണം കഴിച്ചപ്പോൾ ഇച്ചിരി കൂടെ കൂടി എന്നല്ലാതെ ഒന്നും കുറഞ്ഞിട്ടില്ല. ഒരു ചേച്ചി പറഞ്ഞ പോലെ ഇനി ഞാൻ മരിച്ച അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും എൻ്റെ ഈ ദേഷ്യ സ്വഭാവം മാറുള്ളൂ എന്ന് ഒരു ചേച്ചി കണ്ട് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. എൻ്റെ പറയുമ്പോൾ അതുപോലെ നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് ഇനി എന്നെ വിട്ടുപോയി, അല്ലാതെ എന്നെയും കൊണ്ട് പോകുള്ളൂ എന്നാണ് ചിലർ പറയണത്. കോപ സ്വഭാവമുള്ള ചിലർ പറയണത് അങ്ങനെയാണ്. എനിക്ക് വെറുപ്പ് വിട്ടുകളയാൻ പറ്റില്ല, എന്നെ കൊണ്ട് അത് പോകുള്ളൂ എന്നാണ് പറയണത്. ഈ ആത്മാവ് പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഐ ഓൾസോ എഗ്രി വിത്ത് ദം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഞാൻ യോജിക്കുന്നു, പക്ഷേ ഐ ജസ്റ്റ് കുഡിൻ ബ്രിങ് മൈ സെൽഫ്. എനിക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഐ വാസ് സോ പവർലെസ് ആൻഡ് ഐ വാസ് സോ ട്രാപ്ഡ്. ഞാൻ നിസ്സഹായനും ഞാൻ കെണിയിൽ അകപ്പെട്ടവനും പോലെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. Then one day he said to me, don't change, stay as you are. I love you as you are. ഒരിക്കൽ ഞാൻ ആ സ്വരം കേട്ടു, ഞാൻ യേശുവിൻ്റെ സ്വരം കേട്ടു. സ്റ്റേ ആസ് യു ആർ. I love you as you are. Don't change. ആ സ്വരം എന്നോട് പറഞ്ഞു, നിന്നിൽ തന്നെ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല. ഡോണ്ട് ബി അപ്സെറ്റ്. സ്റ്റേ ആസ് യു ആർ. നീ ആയിരിക്കുന്ന പോലെ ആയിരിക്കുക. ഐ ലവ് യു ആസ് യു ആർ. നീ നീ മദ്യപാനിയാണോ, നീ ആത്മാവിൽ തകർന്ന വൈകൃത സ്വഭാവമുള്ളവനാണോ, ആ വൈകൃത സ്വഭാവത്തോടു കൂടെ നീ വരിക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. Those words sounded like a music to my ears. ആ വാക്കുകൾ എൻ്റെ കാതുകൾക്ക് ഒരു സംഗീതം പോലെ എൻ്റെ കാതുകൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. സ്റ്റേ ആസ് യു ആർ. ഐ ലവ് യു ആസ് യു ആർ. സ്റ്റേ ആസ് യു ആർ. ഐ ലവ് യു ആസ് യു ആർ. നീ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് വ്യഗ്രതപ്പെട്ട് തളർന്നിരിക്കേണ്ട. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നിടം വാരുങ്ങൾ, ഞാൻ നിന്നെ സ്വീകരിക്കും. Those words sounded like a music to my ears. It really doesn't matter whether you change or not. You are mine. നീ മാറ്റം വരുത്തിയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, യു ആർ മൈൻ. നീ എൻ്റെ സ്വന്തമാണ്. ഇതാണ് ദൈവം പറയണത് ഈ രാത്രി. നീ മാറ്റം വരുത്തി ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നീ എൻ്റേതാണ്. ഐ അക്സെപ്റ്റ് യു ആസ് യു ആർ. നിൻ്റെ ഇപ്പോഴത്തെ ഏതവസ്ഥയിലും, നിൻ്റെ തകർന്ന അവസ്ഥയിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. Then those words sounded like a music to my ears. And I relaxed. And that came alive. എനിക്ക് വലിയ റിലാക്സേഷൻ ഉണ്ടായി. എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആത്മീയ ഉണർവ്, ജീവൻ എനിക്ക് തിരിച്ച് ഐ came alive. Alas, wondrous marvel, I changed. ഞാൻ മാറ്റം വരുത്താൻ പിന്നെ നോക്കിയിട്ടില്ല. എനിക്ക് ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഈശോ എന്നെ എംബ്രേസ് ചെയ്തു. Alas, I changed myself. I am changed. ഞാൻ പഴയ അവസ്ഥയിൽ നിന്ന് മാറി. എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ പെരുമാറാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു, ഒരു 2000 രൂപയുടെ നോട്ട്, ഇപ്പോഴല്ല പണ്ട് എന്ന് വിചാരിക്കുക, ഒരു 2000 രൂപയുടെ നോട്ട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് താഴെ അഴുക്കുചാല് വീണു. ആ 2000 രൂപയുടെ നോട്ട് അഴുക്കുചാല് വീണാലും നിങ്ങളതിനെ തള്ളിക്കളയോ? അതെടുത്ത് കഴുകി വീണ്ടും നിങ്ങൾ അതിന് വില കുറയുന്നുണ്ടോ? 2000 രൂപയുടെ അഴുക്കുചാല് വീഞ്ഞ് 100 രൂപയുടെ വിലയുള്ളതെന്ന് പറയുമോ? 2000 തന്നെയാണ്. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഓരോ ആത്മാവിൻ്റെ സ്ഥിതി. കർത്താവ് പറയാണ്, ഒന്നാമതായി
നീ എൻ്റെയാണ്. അതാണ് സർവ്വപ്രധാനം. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായം 14-15 വാക്യങ്ങൾ പറയാണ്, എൻ്റെ മക്കളെ നന്നാക്കാൻ വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കും. 2000 എണ്ണോട്ട് പോയാൽ കുനിഞ്ഞെടുത്തത് കഴുകുള്ളൂ. ഈശോ പറയണത്, നിങ്ങൾ ഒരാൾ അഴുക്ക് പറ്റിയാൽ ഞാൻ വെറുതെ 2000 കൊണ്ട് കഴുകണ പോലെ കഴുകുകയല്ല ചെയ്യണത്, ഞാൻ എൻ്റെ ജീവൻ അർപ്പിച്ച് നിങ്ങളെ സ്വർഗത്തിന് യോഗ്യരാക്കി മാറ്റും. പക്ഷെ വിശ്വസിക്കില്ല. അവിടെ അമർന്നിരിക്കുന്നല്ല, അത് വിശ്വസിക്കില്ല. അതൊന്നും യേശു എന്ന വ്യക്തിയെ മൈൻഡ് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നുമില്ല. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് ആരും അറിയും. യോഹന്നാൻ 10 അധ്യായം 14-15 വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചു നോക്കിക്കേ. ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു, ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ സർവ്വ സ്വഭാവം മാറ്റാൻ, ജീവൻ അർപ്പിക്കേണ്ടി വന്നാൽ ജീവൻ അർപ്പിക്കാൻ ഈശോ തയ്യാറാണ്.